Our Lady of Zion. എല്ലാ ദൈവമക്കൾക്കും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേരുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൊന്നായ അവർ ലേഡി ഓഫ് സിയോൺ ആണ്. ഒരു സമ്പന്ന യഹൂദ കുടുംബത്തിലാണ് അൽഫോൻസ് റാറ്റിസ്ബോൺ ജനിക്കുന്നത്. തൻ്റെ ബ്രദർ തിയോഡോർ ക്രിസ്തുമതം സ്വീകരിച്ച് വൈദികനായത് അൽഫോൻസിനും കുടുംബത്തിനും ക്രിസ്തുമതത്തോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. അങ്ങനെയിരിക്കെ അൽഫോൻസ് അവധിക്കാലം ആഘോഷിക്കാൻ ഒരു യാത്ര പോയി. യാത്രയിൽ ഒരു സുഹൃത്തിനെ കാണുകയും സുഹൃത്തിൻ്റെ സഹോദരൻ ബാരനുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു. ബാരൻ ഒരു തികഞ്ഞ ക്രിസ്തുമതവിശ്വാസിയായിരുന്നു. അദ്ദേഹം അൽഫോൻസിനോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, മാതാവിൻ്റെ ഒരു കാശിരൂപം ധരിക്കാനും ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലാനും. മനസ്സില്ലാ മനസ്സോടെ അൽഫോൻസ് അതിന് സമ്മതിച്ചു. ഈ സമയത്ത് ബാരൻ തൻ്റെ സുഹൃത്തുക്കളുമായി അൽഫോൻസിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു. 1842 ജനുവരി 20 ബാരോണിൻ്റെ സുഹൃത്തിൻ്റെ ശവസംസ്കാര വേളയിൽ അൽഫോൻസ് സെൻറ്റ് ആൻഡ്രഡെല്ല ബസിലിക്ക ചർച്ചിൽ ഇരിക്കുകയായിരുന്നു. ഉടനെ അൽഫോൻസ് വളരെ അസ്വസ്ഥനാവുകയും ഏതോ ഒരു ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. പെട്ടെന്ന് ദേവാലയത്തിൽ അന്ധകാരം നിറയുകയും അൾത്താരയിൽ ശക്തമായ പ്രകാശത്തിൽ അൽഫോൻസ് തൻ്റെ കയ്യിലുള്ള കാശിരൂപത്തിലെ മാതാവിനെ ദർശിക്കുകയും ചെയ്തു. അൽഫോൻസ് ഉടനെ മുട്ടുകുത്തി മാതാവിൻ്റെ കൈകളിലേക്ക് നോക്കി. അവിടെ കരുണയുടെയും ക്ഷമയുടെയും ഭാവം കണ്ടു. മാതാവ് ഒന്നും സംസാരിച്ചിരുന്നില്ല. അൽഫോൻസിന് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ബോധം വരികയും കത്തോലിക്ക സഭയുടെ സൗന്ദര്യം മനസ്സിലാവുകയും ചെയ്തു. അൽഫോൻസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ബാരോണിൻ്റെ സഹായത്തോടെ മാമോദിസ സ്ഥൈര്യലേപനം കുർബാനവ സ്വീകരിക്കുകയും മേരി അൽഫോൻസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. നമുക്കും മാതാവിനെ ദർശിക്കാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്തുതി.